നമസ്കാരം. ഞാൻ ബിൻസി. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റാസ്ബെറി കേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. കൂടെ ഇതിൻ്റെ ഒരു ഗ്ലേസിങ്ങും ഞാൻ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സമയം ഒട്ടും കളയാതെ തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് കേക്ക് ടിന്ന് ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കാം. ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് നന്നായിട്ട് ഇതുപോലത്തെ ബണ്ട് കേക്ക് ടിന്നാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് നന്നായിട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് 160 ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ഒരു മിക്സിംഗ് ബൗളിലോട്ട് 1 കപ്പ് പഞ്ചസാരയും 3 മുട്ടയും കൂടെ ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് പതഞ്ഞ് ഒരു ക്രീമി കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഈ മിക്സിലോട്ട് നമുക്ക് 1 കപ്പ് വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഫാറ്റ് ഓയിലോ നമുക്ക് ഒഴിക്കാം. ബട്ടർ ഇഷ്ടമുള്ളവർക്ക് ഓയിലിന് പകരമായിട്ട് ബട്ടർ ഇട്ട് കൊടുക്കാം. പക്ഷേ ഓയിൽ ഒഴിക്കുമ്പോഴാണ് നമ്മുടെ കേക്ക് കുറച്ച് സോഫ്റ്റായിട്ട് കിട്ടുന്നത് എന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ഇനി ആ മിക്സിലോട്ട് 1 ടേബിൾ സ്പൂൺ വാനില എക്സ്ട്രാക്റ്റും കൂടി ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. 2 കപ്പ് പ്ലെയിൻ ഫ്ലവറും അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ഉപ്പ്, ഇത്രയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒരു അരിപ്പയിലൂടെ അരിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ പൗഡർ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലോട്ട് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇലക്ട്രിക് മിക്സറിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഏതെങ്കിലും ഒരു തടിത്തവി വെച്ചിട്ടോ അല്ലെങ്കിൽ ചെറിയ വിസ്ക് ഉപയോഗിച്ചോ പയ്യെ ഫോൾഡ് ചെയ്ത് ഈ പൊടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഒരുപാട് ഇട്ട് ഇളക്കുകയാണെങ്കിൽ നമ്മുടെ കേക്ക് കുറച്ച് ഹാർഡായി പോകും. അതുകൊണ്ട് കുറേശ്ശെ ഇട്ട് പയ്യെ ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു നാരങ്ങയുടെ സെസ്റ്റ് എടുക്കാം. ഇതുപോലൊരു നാരങ്ങ എടുത്ത് ഇങ്ങനെ സെസ്റ്റ് എടുക്കുന്ന ഗ്രേറ്ററിൽ വെച്ചിട്ട് നമുക്ക് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ വൈറ്റ് പാർട്സ് ഒന്നും വരാതെ ആ ഗ്രീൻ കളർ മാത്രം സെസ്റ്റ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ആ നാരങ്ങ തന്നെ നമുക്ക് 2ആയിട്ട് മുറിച്ച് അതിൽ 1 മുറിയുടെ നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ച് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് റാസ്ബെറി ആഡ് ചെയ്യാം. ഞാനിവിടെ 2 കപ്പ് ഫ്രോസൺ റാസ്ബെറി ആണ് എടുത്തിരിക്കുന്നത്. ഫ്രഷ് റാസ്ബെറി ഉള്ളവർക്ക് അത് ഉപയോഗിക്കാം. 2 കപ്പ് റാസ്ബെറി ഇട്ട് അതിലേക്ക് കുറച്ച് മൈദ ഒന്ന് വിതറാം. ഈ റാസ്ബെറിയിലെല്ലാം ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ റാസ്ബെറി ഏറ്റവും താഴെ വന്ന് സിങ്കായി കിടക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പൊടിയിൽ അത് കോട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ആ റാസ്ബെറി നമ്മുടെ മിക്സിലോട്ട് ഇട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് മുന്നേ ആയിട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് ടിൻ നമുക്ക് കുറച്ച് മൈദമാവ് ഇട്ട് ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കണം. കുറച്ച് മൈദമാവ് എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കാം. ബാക്കിയുള്ള പൊടി തട്ടിക്കളയാം. ഇനി അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തും ഒരേ ലെവലിൽ വരുന്ന പോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് ടാപ്പ് ചെയ്യാം. എല്ലാം ഒന്ന് ലെവലാവുകയും ചെയ്യും. എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോയിക്കോളും ചെയ്യും. ഇനി ഇത് 160 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 40 to 45 മിനിറ്റ്സ് വെച്ച് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട ഒരു ഗ്ലേസിങ് റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടി ഞാനിവിടെ 1 കപ്പ് പൗഡേർഡ് ഷുഗർ, അതിലേക്ക് 1/4 കപ്പ് ലെമൺ ജ്യൂസ്, 1 ടേബിൾ സ്പൂൺ വാനില എക്സ്ട്രാക്റ്റ്, 2 ടേബിൾ സ്പൂൺ ബട്ടർ, ഇത്രയിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. എന്നാലാണ് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടുകയുള്ളൂ. ഇതുപോലെ കിട്ടും. നമ്മുടെ ഗ്ലേസിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനി ഇത് നമ്മൾ കേക്ക് റെഡി ആവണ വരെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. 45 മിനിറ്റ്സ് കൊണ്ട് കേക്ക് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. സ്ക്യൂർ വെച്ച് കുത്തി നോക്കുക. സ്ക്യൂർ ക്ലീൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് റെഡിയാണ്. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഈ വൈറ്റ് പോലെ കാണുന്നത് നമ്മൾ ഡസ്റ്റ് ചെയ്യാനിട്ട പൊടിയാണ്. ഡസ്റ്റ് ചെയ്തതിന് ശേഷം എല്ലാ പൊടി നന്നായിട്ട് തട്ടിക്കളയാത്തത് കൊണ്ട് വന്നതാണ് അങ്ങനെ. പക്ഷേ ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസമില്ല. നല്ല അടിപൊളി തന്നെയാണ്. ഇനി അതിൻ്റെ മുകളിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഗ്ലേസിങ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ബാക്കി നമ്മൾ കേക്ക് മുറിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. ഇനി കേക്ക് ഒന്ന് മുറിച്ച് നോക്കാം നമുക്ക്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. ആ കേക്കിൻ്റെ അകത്ത് ആ റെഡ് കളറിൽ റാസ്ബെറി ഇങ്ങനെ ഇടയ്ക്ക് കാണുമ്പോൾ തന്നെ നല്ല രസമാണ് കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റാണ്.